ഹലോ, നമ്മുടെ ബിഗ് ബോസ് ഇന്ന് തുടങ്ങാൻ പോവാണല്ലേ. നിങ്ങൾ എത്ര പേര് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്? ഞാൻ സത്യം പറഞ്ഞാൽ അത്ര എക്സൈറ്റഡ് ഒന്നും അല്ല. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഈ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പോലെ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തവണ വാഴകളെ പുറത്താക്കും, ഡ്രാമ ക്യൂൻസിനെയും ഡ്രാമ ചെയ്യുന്ന എല്ലാവരെയും പുറത്താക്കും, കണ്ണീർ നാടകം ഒന്നും പറ്റില്ല, അങ്ങനെയൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒരു ഹോപ്പ് തരുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഷോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഒരു റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക അല്ലേ? ഒരു 100 days നമ്മൾ കുറച്ച് പേരുടെ കൂടെ ഒരിടത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പോലും അറിയാത്ത നമ്മുടെ പല സ്വഭാവങ്ങളും അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പുറത്ത് വരുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും അല്ലേ. സോ നമുക്ക് അവരെ ഒന്നും മുൻകൂട്ടി ജഡ്ജ് ചെയ്യണ്ട, നമുക്ക് നോക്കാം അവരൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും. പിന്നെ നമ്മൾ എപ്പോഴും ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അവരെന്ത് കാണിക്കുന്നു അത് മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം റിയൽ ആവണമെന്നും ഇല്ല, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ. കാരണം ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നവർ നമ്മളിലേക്ക് എന്ത് എത്തിക്കണം എന്ന് വിചാരിക്കണോ അത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. ബാക്കി അവർ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയും. ഓക്കെ, സോ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് ആ പ്രോഗ്രാം കണ്ട് നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ ചെയ്യാം. അല്ലാതെ കഴിഞ്ഞ തവണത്തേക്ക് പോലെ ആരെയും മാനസികമായിട്ടും വ്യക്തിപരമായിട്ടും അധിക്ഷേപിക്കുന്ന അപമാനിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് ഇത്തവണത്തെ ബിഗ് ബോസ് വരട്ടെ.